ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നമ്മളെപ്പോഴും പറയും നമുക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾക്ക് നമ്മുടെ ഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. POC ബൈബിൾ എന്നാണ് അതിൻ്റെ പേര്. ഈ കാണുന്നതാണ് ആ ആപ്പ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്യാം. ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വേറൊരു ഇതേപോലെ ആയിരിക്കും വരുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു വചനം ഇപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ യെശയ്യാ എടുക്കാമെന്ന് വിചാരിച്ചോ. യെശയ്യാ എടുക്കുകയാണ്. യെശയ്യാ ഞാൻ 41:10 എൻ്റെ ഫേവറേറ്റ് വചനമാണ്. അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ് കേട്ടോ. 41:10 എടുക്കുകയാണ്. ഓക്കെ, 10 എടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഞാനിത് പിന്നെ ഇതാക്കി ബുക്ക് മാർക്കാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കാത്ത ആൾക്കാർ ഇപ്പം ഇത് 14-ാമത്തെ വചനം നോക്കൂ. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടാതെ അതിനെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിൻ്റെ രക്ഷകൻ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ കുറച്ചൊരു ലോങ് പ്രസ് കൊടുത്തിട്ട് ബുക്ക് മാർക്കായിട്ട് ഇടുകയാണെങ്കിൽ എനിക്ക് ഇതെവിടെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ താഴെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ത്രീ ഒരു ഇത് കാണുന്നിടത്ത് നമുക്ക് ബുക്ക് മാർക്കിൻ്റെ അവിടെ പോയാൽ ഇത് കണ്ടില്ലേ, ഞാൻ ബുക്ക് മാർക്ക് ഇട്ടിരിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ രാവിലെ നമുക്ക് സമയമില്ല, നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ വചനം ഇങ്ങനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ മെയിനായിട്ടുള്ള കർത്താവ് പറയുന്ന എല്ലാ വചനങ്ങളും അനുഗ്രഹിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ വചനമാണ്. ഇതെല്ലാം സേവ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ അച്ഛന്മാർ പറയുന്ന ഓരോരോ യൂട്യൂബിനകത്തു നിന്ന് അവരുടെ ധ്യാനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വചനങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയം ഞാനിതിങ്ങനെ വായിച്ച് എടുക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഇതിനകത്തുനിന്ന് എനിക്ക് നമ്മുടെ ഫുള്ളായിട്ടുള്ള ആ ഒരു വചനം ആ വാക്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഗോ എന്നുള്ളിടത്ത് ഞെക്കിയാൽ എനിക്ക് ആ ഫുൾ അധ്യായം എനിക്ക് കാണാനായിട്ട് സാധിക്കും. ചെങ്കടൽ കടക്കുന്നു കണ്ടില്ലേ, ഇങ്ങനെ എനിക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ താഴെ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമുക്ക് നമ്മുടെ ഈ എല്ലാ അധ്യായങ്ങളും ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ ഞാൻ ഇവിടെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അധ്യായങ്ങളെല്ലാം കിട്ടും. ഇത് വാക്യങ്ങളൊക്കെയാണ്, അതേപോലെയുള്ള വാക്യങ്ങൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വാക്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇവിടെ ഇങ്ങനെ ബുക്ക് മാർക്ക് കൊടുക്കാനൊക്കെയാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത്, ഇപ്പം ഇതേപോലെ ഇപ്പോൾ ഈ ഒരു വചനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ വചനം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാവുന്ന ഓപ്ഷനാണ് ഇത് കേട്ടോ. ഒരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യാം, കോപ്പി ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു നിറം ഇത് എന്താ പറയണേ, അതെനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, ഞാനതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് വേണ്ടി ഇതും ചെയ്യണമേ അമ്മേ, മാതാവേ, കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതേപോലെ സേവ് ചെയ്തിടാറുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. അതാണ് അവിടെ വരുന്നത്. പിന്നെ ഇതെന്തിൻ്റെയാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. എനിക്ക് നിറം മാറുന്നതാണ്. അതായത് ഇത് റെഡും മാറി ബ്ലൂ ആയതില്ലേ, അപ്പോൾ അങ്ങനെ എന്തോ ആണ് ഇത്. ഓക്കെ, പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഇതുണ്ടല്ലേ, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ളത് നമുക്കിതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇത് നല്ലൊരു ആപ്പാണ് കേട്ടോ, എല്ലാവരും ഇത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് പിന്നെ ഹെൽപ്പ് കിട്ടുന്നൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകേണ്ട സമയത്ത് ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിലൊരു കുറഞ്ഞ ഒരു 5 വാക്യങ്ങളും വായിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് ദൈവം ആശ്വാസം തരുന്ന കുറേ വചനങ്ങൾ നമ്മളിതുപോലെ ബുക്ക് മാർക്ക് സേവ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെയിനായിട്ടുള്ള വാക്യങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ഈ ഗോ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ആ അധ്യായത്തിലേക്ക് പോകാനും പറ്റും. ശരിക്കും ബൈബിൾ തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്, പക്ഷേ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സമയം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ വേറൊരു ആപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഇതേപോലെ തന്നെ നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ആപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അപ്പം ഇതെന്തായാലും എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം വിഷമിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്ന സമയങ്ങളിൽ ഇതങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നമ്മുടെ അച്ഛന്മാരൊക്കെ പറയാറില്ലേ, നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്ത് ഒരു 3-4 വചനങ്ങളിൽ ഭയങ്കര ശക്തിയുള്ള വചനങ്ങളാണ്, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്ന കുറേ വചനങ്ങളാണ് കേട്ടോ ഞാൻ ഈ സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ കൂടെയും നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ വഴി കൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഓഫ് കിട്ടുന്ന സമയത്ത്, നമ്മൾ പുറത്തിറങ്ങി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കുക. നമ്മൾ മെയിനായിട്ടുള്ള കുറേ വചനങ്ങൾ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഈ വചനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റായിട്ട് ഇട്ടിരുന്നാൽ മതി. ഞാൻ അതും ഇവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും യേശുവപ്പച്ചൻ്റെ നാമത്തിലും മാതാവിൻ്റെ നാമത്തിലും നന്ദി പറയുന്നു. ശരി.